എങ്ങനെ നമുക്കൊരു സിമെന്റ് ടെക്സ്ചർ ഒരു മീഡിയ രീതിയിൽ ഒരു കടയിൽ ചെയ്യാം, അതായത് ഒരു ഷോപ്പിൽ എങ്ങനെ ചെയ്യാം, ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രേ ഷെയ്ഡിൽ ഒരു പ്രീമിയം ലുക്കിൽ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഫോഗുള്ള രീതിയിൽ പലയിടങ്ങളിലും. ഇതൊരു റോഡ് സൈഡിൽ നല്ലൊരു ഏരിയ ആണ്. നല്ല ഫോഗോട് കൂടി നമ്മളൊരു സ്റ്റോൺ ബാത്തിൻ്റെ കളറിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നല്ല ഫോഗ് വരുത്തിയ നല്ലൊരു ഡിസൈൻ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രൈമർ അപ്ലൈ ചെയ്യുന്നതാണ്. ഫസ്റ്റ് പ്രൈമർ നമ്മളെല്ലാം ഒരു കോട്ടാണ്. ചിലർ ചോദിക്കാറുണ്ട് 2 കോട്ട് അപ്ലൈ ചെയ്യണോ, 2 കോട്ട് അപ്ലൈ ചെയ്യണോ. 2 കോട്ട് അപ്ലൈ ചെയ്യേണ്ട കാരണം നമ്മൾ സാധാരണ ഒറ്റ കോട്ട്, ഇതുപോലെ തന്നെ ഒറ്റ കോട്ടാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടെക്സ്ചർ നോക്കിയതുണ്ട്. ഈ ഒറ്റ കോട്ടേ നമ്മൾ അടിക്കുന്നുള്ളൂ, സെക്കൻഡായിട്ട് നമ്മൾ അടിക്കുന്നില്ല. നമുക്കൊരു ബേസ് വേണം. അതായത് വാക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈറ്റ് കളർ വരാതിരിക്കാനുള്ളൊരു ബേസാണ് നമ്മൾ ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോൺ ബാത്ത് എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മൾ ഇതിനു വേണ്ടി ആഡ് ചെയ്തേക്കുന്നത്. സ്റ്റോൺ ബാത്തിൻ്റെ കളർ കോഡാണ് നമ്മൾ ഈ ടെക്സ്ചറിൽ എക്സിനോയിൽ ചേർത്തേക്കുന്നത്. നമ്മൾ ഇടുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ പാറ്റേൺ ഇടുന്നത്. അല്ല നമ്മൾ പ്രത്യേകിച്ച് വേറൊരു മനസ്സിൽ കണ്ടുകൊണ്ട് ആരെയും കാണിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് ലോങ് സൈഡിൽ അറിയാൻ പറ്റും അതിൽ എന്തുമാത്രം ഫസ്റ്റ് കോട്ടിൽ തന്നെ ഫോഗ് വീണിട്ടുണ്ടെന്ന്. ഈ ഒരു പോർഷൻ നോക്കിക്കേ, ഫസ്റ്റ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നേ ഉള്ളൂ, ഒറ്റ കോട്ട് വലിച്ചിടുന്നതാണ്. പക്കയായിട്ട് ഫോഗ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കോട്ട് വരുമ്പോൾ അല്പം കൂടി വരും. പിന്നെ വാക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വാക്സ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. വാക്സ് അതായത് വാട്ടർ ബേസ് ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ഫോഗ് നഷ്ടപ്പെട്ടു പോകും, അല്പം കൂടെ ഡിമ്മായി പോകും. വാക്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫോഗ്, ഞാൻ നേരത്തെ വീഡിയോസിലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പിന്നെയും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വാക്സ് ചെയ്യുമ്പം കറക്റ്റ് ഫോഗ് കിട്ടും. വാട്ടർ ബേസ് ക്ലിയർ അടിക്കുമ്പം കുറച്ചുകൂടെ ഫോഗ് ഡിമ്മായി കിട്ടും. അപ്പോൾ ആ ഒരു മീഡിയം രീതിയിൽ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് പോകാവുന്നതാണ്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഇതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമ്മൾ ഇന്ന് വരെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ കാണുമ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് കോട്ടിൽ തന്നെ നല്ല ഒരു ഫോഗ് വന്നിട്ടുണ്ട്. സെക്കൻഡ് അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡും ചെയ്യും. നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ്. ഇന്റീരിയലും എക്സ്റ്റീരിയലും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ്. കാരണം വർക്ക് നമ്മൾ ഇത്രയും നാളും ചെയ്തതിൻ്റെ അകത്തും ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഇതുപോലൊരു നല്ലൊരു മെറ്റീരിയൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അത്രയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള ഒരു മെറ്റീരിയലാണ്. പക്കയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റിയ ഒരു മെറ്റീരിയൽ. പിന്നെ ഈ മെറ്റീരിയൽ വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആവശ്യക്കാർക്ക് ഓൾ കേരള സർവീസ് അവൈലബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ സാധനം വേണ്ടവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സെക്കൻഡ് കോട്ടാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ 6 ഇഞ്ച് ബ്ലേഡിൽ അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് കോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ പക്ക ഒരു ഫിനിഷിങ്ങിലേക്ക് കിടക്കും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഏകദേശം വർക്ക് ഏകദേശം ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് ഇടുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കണ്ടില്ലേ, പക്ക ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇനി വാക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വാക്സ് നമ്മൾ ഇട്ടതിന് ശേഷമുള്ള ഒരു ഫീലാണ് ഈ കാണുന്നത്. ഇതിപ്പം നൈറ്റ് മൂഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചെറിയൊരു ഇതായിട്ട് കാണുന്നത്. കണ്ട, നൈറ്റിലും ഈ ഒരു രീതിയിലാണ് വരുന്നത് ഫോഗ്. ഡേയിലാകുമ്പോൾ കുറച്ചും കൂടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാം. പിന്നെ ഈ വാക്സ് ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ അല്പം പോലും വെള്ളം ഇതിൽ പിടിക്കത്തില്ല. പിന്നെ ഇന്റീരിയലും എക്സ്റ്റീരിയലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്റ്റീരിയറിൽ വെള്ളം പിടിക്കാത്തതിൻ്റെ കാരണം നമ്മളിപ്പോൾ ഒരു സാമ്പിളായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തരും. കാരണം എത്ര മഴയും വെയിലും കൊണ്ടാലും മെറ്റീരിയലിനാകട്ടെ ഒന്നും സംഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുക. വാറണ്ടിയും ഒക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ വർക്കിൻ്റെ പെർഫെക്ഷൻ കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു സാധനമാണ്.
അതായത് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരല്പം പോലും വെള്ളം അതിൽ പിടിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഫോഗ് കണ്ടില്ലേ, ഇത് നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ഫീലാണ്. ഒരു 400-ന്റെ വാട്ടർ പേപ്പർ പിടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വാക്സ് ഇട്ട് ക്ലിയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പകല് വെളിച്ചത്തിൽ നമ്മൾ കണ്ടാൽ എങ്ങനെ ഇരിക്കും, രാത്രി വെളിച്ചത്തിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും, കറക്റ്റായിട്ടൊരു ഫോഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നൈറ്റ് മോഡിലാണ് ഇപ്പോൾ നമ്മൾ വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. അപ്പം നമ്മളിനി ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം, ഇതിൽ വെള്ളം പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് വെള്ളം ഒഴിച്ച് നോക്കാം. ഒരു ശകലം പോലും ഇതിൽ വെള്ളം, ചേമ്പലയിൽ എങ്ങനെയാണോ വെള്ളം കിടക്കുന്നത് അതേപോലെയാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും കിടക്കുന്നത്. അപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു അല്പം പോലും വെള്ളം ഇതിൽ പിടിക്കുന്നില്ല. നമ്മൾ ഈ വാഷ് ബേസിൻ ഏരിയ, എക്സ്റ്റീരിയർ വാള് ഇവിടെയൊക്കെ ചെയ്യുമ്പം ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ള മെറ്റീരിയലിനെ കുറിച്ച് നമുക്കറിയത്തില്ല. നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിന് അത്രയും പെർഫെക്റ്റ്, എക്സാടെക്സിൻ്റെ എക്സിനോ എന്ന് പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ടൊരു മെറ്റീരിയലാണ്. വാക്സ് ഇട്ട് കഴിയുമ്പോഴുള്ള ഫീലാണിത്. അപ്പം നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക, കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് സംശയങ്ങൾ തീർക്കാം. സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ പകൽ വെളിച്ചത്തിൽ എടുത്ത വീഡിയോസ്. അപ്പം നോക്കിയേ, ഒരു നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടില്ലേ. ഒരു ഷോപ്പിൽ എങ്ങനെ ഒരു ടെക്സ്ചർ ചെയ്യാം, സിമെൻറ്റ് ഫിനിഷ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതാണ് പകൽ വെളിച്ചത്തിലുള്ള ഫീല്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ എല്ലാവർക്കും ബൈ. വർക്കിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. വർക്കിനെ കുറിച്ച് അറിയാനും സംശയങ്ങൾ തീർക്കാനും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. നമ്മൾ മെറ്റീരിയലിന് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്ത എക്സാടെക്സിൻ്റെ എക്സിനോ എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കയറി കാണുക. ഓക്കെ.